എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂസ് സോഴ്സസിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്യാൻ വെച്ചിട്ടുള്ള വിഷയം ന്യൂസ് ഏജൻസീസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ന്യൂസ് ഏജൻസീസിലേക്ക് പോവുകയാണ്. എന്താണ് ന്യൂസ് ഏജൻസി, അവരുടെ ധർമ്മം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം കാണും. അതിനുശേഷം ലോകത്തിലെ പ്രമുഖമായിട്ടുള്ള വേൾഡ് റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടുള്ള ചില ന്യൂസ് ഏജൻസീസിനെ നമ്മൾ പരിചയപ്പെടും. അതിനുശേഷം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ന്യൂസ് ഏജൻസീസിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഇച്ചിരി വലിയ ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ വളരെ വേഗം ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഒരുപാട് ഇൻട്രൊഡക്ഷനുള്ള സമയം നമുക്ക് ഇതിനകത്തില്ല. ന്യൂസ് ഏജൻസി ഈസ് ആൻ ഓർഗനൈസേഷൻ that gathers, write and distribute news from around a nation or the world to newspapers, periodicals, radio and television broadcasters, website, government agencies and the other users. ന്യൂസ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കസ്റ്റമേഴ്സ് ആരുമാവാം. ന്യൂസ് പേപ്പർ ആവാം, ടി വി ചാനലാവാം, റേഡിയോ ആവാം, ഓൺലൈൻ പത്രങ്ങളാവാം, ഓൺലൈൻ വെബ് പോർട്ടലുകളാവാം, ഗവൺമെൻറ് ഏജൻസീസ് ആവാം, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ഇനി താല്പര്യമുള്ള ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്ന ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടും ചിലപ്പോൾ ഇവർക്ക് വാർത്തകൾ കൊടുക്കേണ്ടി വന്നേക്കാം. ഇവരെന്ത് ചെയ്യും? നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ വളരെ പ്രത്യേകതയുള്ള ചില വാർത്തകൾ കണ്ടെത്തി അതിന് റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ടുകൾ ഫോട്ടോ സഹിതം വേണ്ട പത്രങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കും. ഒരു മിനിമം വാർത്തകൾ ന്യൂസ് ഏജൻസിയിൽ നിന്നും എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടേയിരിക്കും. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന വാർത്തകൾ മാത്രം എന്തു ചെയ്യും? ന്യൂസ് പേപ്പറുകൾ അവരുടെ പ്രസിദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്യും. ഇതാണ് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറിന് അവരുടെ റിപ്പോർട്ടേഴ്സ് കളക്ട് ചെയ്യുന്ന വാർത്തകൾ മാത്രമല്ല പിറ്റേ ദിവസത്തെ പത്രത്തിൽ കൊടുക്കാൻ പറ്റുക. ദർ ഈസ് ആൻ അനദർ ഓപ്പർച്യൂണിറ്റി ഫോർ ദം ടു ഗെറ്റ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ന്യൂസ്. അവരുടെ റിപ്പോർട്ടർ അവിടെ ഇല്ലെങ്കിൽ പോലും അവർക്ക് അതിനുള്ളൊരു പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. It does not itself publish news but supplies news to its subscribers. അതാണ് ന്യൂസ് ഏജൻസീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവർക്ക് കിട്ടുന്ന വാർത്തകളെ നേരിട്ട് അങ്ങോട്ട് പബ്ലിഷ് ചെയ്യല്ല. അവരൊരു ന്യൂസ് പേപ്പറായിട്ടോ ഒരു ഓൺലൈൻ മാധ്യമമായിട്ടോ മാറുകയല്ല. അവർ മറ്റ് മാധ്യമങ്ങളെ സഹായിക്കുന്ന ഒരു പോഷക ഘടകമായിട്ട് മാത്രം നിൽക്കുകയാണ്. സപ്പോർട്ടിങ് റോളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ന്യൂസിനും അവർ കൊടുക്കുന്ന വാർത്തകൾക്കും പൂർണ്ണമായിട്ടുള്ള ക്ലാരിറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്താ കാരണം? ഓൾറെഡി ന്യൂസ് പേപ്പറിനോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള മറ്റ് മാധ്യമങ്ങൾക്കോ കൊടുക്കുന്ന ഈ വാർത്ത അവർ നോക്കി അതിലാവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തിയിട്ടാണ് അവരത് പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് ന്യൂസ് ഏജൻസീസിൻ്റെ വർക്ക് ലോഡ് വളരെ കുറവാണ് എന്നുള്ളതൊരു കാര്യമാണ്. പക്ഷേ ആർക്കും കിട്ടാത്ത വാർത്തകൾ അന്വേഷിച്ച് കണ്ടെത്തി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് അത് കളക്ട് ചെയ്യേണ്ട ഭാരിച്ച ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. All of mass media depend upon news agencies for the bulk of news, including big newspapers and broadcast media that have extensive news gathering resources of their own. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ വലിയ രീതിയിൽ മറ്റുള്ളവർ കളക്ട് ചെയ്യാത്ത കിട്ടാത്ത ന്യൂസുകൾ കണ്ടെത്തി കളക്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഭാരിച്ചൊരു ഉത്തരവാദിത്തം അവരുടെ ചുമലിലുണ്ട്. അതവർക്ക് നിർവഹിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. The basic function of a news agency is to collect and distribute reports, photographs, video clipping of current event to newspapers, magazine, television channel,
റേഡിയോ സ്റ്റേഷൻ ആൻഡ് അതർ സബ്സ്ക്രൈബേഴ്സ്. ഇവരുടെ ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി വാർത്തകൾ കണ്ടെത്തി അതിനു വേണ്ട വീഡിയോ, ഫോട്ടോഗ്രാഫ്, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് ഇവർക്ക് അയച്ചു കൊടുക്കുക. അത് പ്രസിദ്ധീകരിക്കണോ വേണ്ടതെന്നൊക്കെ അതാത് മാധ്യമങ്ങൾ അവരുടെ ബേസിക് പോളിസിക്ക് അനുസരിച്ച് തീരുമാനിച്ചോളൂ. ന്യൂസ് ഏജൻസീസ് സെറ്റ് അപ്പ് ദെയർ ഓഫീസസ്, communication network and appoint correspondent in important cities around the world. The agency's coverage should be fast, complete and accurate, as well as fair, objective and unbiased. ന്യൂസ് ഏജൻസീസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇവർ വളരെ ഫാസ്റ്റായിട്ട് ന്യൂസ് കണ്ടെത്താൻ കഴിയുന്നവരായിരിക്കണം. കാരണം ന്യൂസ് ഏജൻസി ഒരെണ്ണമല്ല ലോകത്തുള്ളത്, ഒരുപാട് ന്യൂസ് ഏജൻസീസ് ഉണ്ട്. അപ്പോൾ റോയിറ്റേഴ്സിന് ഒരു വാർത്ത കിട്ടിയാൽ, ഒരു എക്സ്ക്ലൂസീവ് കിട്ടിയാൽ, അവരത് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുമ്പോഴേക്കും വേറെ ഏതെങ്കിലും ന്യൂസ് ഏജൻസി ആ വാർത്ത കണ്ടെത്തിയാൽ അവരത് അവരുടെ സബ്സ്ക്രൈബേഴ്സിൽ എത്തിച്ചാൽ അവരിൽ നിന്നായിരിക്കും ആ വാർത്ത മേടിക്കുക. അപ്പോൾ റോയിറ്റേഴ്സിന് പൈസ കിട്ടില്ല, AFPക്ക് പൈസ പോവും. ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മളുടെ ന്യൂസ് ഏജൻസിയുടെ പ്രവർത്തനം വളരെ ഫാസ്റ്റായിരിക്കണം. ഏറ്റവും വേഗത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യണം. ഒപ്പം നമ്മളുടെ വാർത്തകൾ, ന്യൂസ് ഏജൻസി തരുന്ന വാർത്തകൾ അൺബയസ്ഡ് ആയിരിക്കണം. ഒന്നിനോട് ഒരു ചായ്വുള്ള രീതിയിലായിരിക്കരുത്. പക്ഷപാതമില്ലാത്ത രീതിയിൽ കൃത്യവും സുദൃഢവുമായിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഡിസ്പൈറ്റ് ദി പ്ലെഥോറ ഓഫ് ന്യൂസ് സർവീസ്, most news printed and broadcast throughout the world each day comes from only a few major agencies. The three largest news agencies are the Associated Press AP in the United States. ഒരുപാട് ന്യൂസ് ഏജൻസീസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ലോകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള വലുത് എന്ന് വിളിക്കാവുന്ന 3 പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസീസാണുള്ളത്. അതിലേറ്റവും ആദ്യത്തേത് അസോസിയേറ്റഡ് പ്രസ് അഥവാ AP എന്നറിയപ്പെടുന്ന ന്യൂസ് ഏജൻസിയാണ്. US ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ് ഏജൻസിയാണ്. റോയിറ്റേഴ്സ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ, ഒരുപാട് കേട്ടിട്ടുള്ള പേരാണ്. ആൻഡ് ഏജൻസി ഫ്രാൻസി പ്രസി, AFP ഇൻ ഫ്രാൻസ്. 3 രാജ്യങ്ങളിൽ നിന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള 3 ന്യൂസ് ഏജൻസീസാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഓൺലി ദിസ് ആൻഡ് എ ഫ്യൂ അതർ have a financial resource to station experienced reporters in most of the area of the world where news develops regularly, or to send them wherever news develop unexpectedly. ലോകത്ത് ഒരുപാട് ന്യൂസ് ഏജൻസി ഉണ്ടായിട്ടും ഈ 3 എണ്ണത്തിന് മാത്രം ഇത്രമേൽ പ്രാധാന്യവും ഇത്രമേൽ ഹൈക്കും കിട്ടുന്നതിൻ്റെ കാരണം ഈ 3 ന്യൂസ് ഏജൻസീസും വളരെ കാര്യക്ഷമമായിട്ടും വളരെ വേഗത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നവരാണ്. എവിടെയൊക്കെ ന്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ കണ്ടെത്തി മറ്റു മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള വേഗതയുള്ളതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ന്യൂസ് ഏജൻസീസ് ഇന്നും ലോകത്തിലെ ഏറ്റവും മികച്ച 3 എണ്ണമായിട്ട് നിലനിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 3 ന്യൂസ് ഏജൻസീസിനും വളരെ നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇങ്ങനൊരു ന്യൂസ് ഏജൻസി നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ആദ്യം വേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്, മാക്സിമം സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവർക്കിതിങ്ങനെ തുടർന്നുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നത്. These agencies are equipped also to distribute the services almost instantaneously. The Associated Press, for instance, can send a news bulletin to 80 countries in less than 1 minute. AP എന്ന് വിളിക്കപ്പെടുന്ന അസോസിയേറ്റ് പ്രസിൻ്റെ സ്പീഡാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 1 മിനിറ്റിൽ 80 രാജ്യങ്ങളിലേക്ക് ന്യൂസ് കൈമാറാൻ തക്ക രീതിയിലുള്ള എക്യുപ്ഡ് ആയിട്ടുള്ള ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഏജൻസിയാണ്
അസോസിയേറ്റഡ് പ്രസ് എന്ന് വിളിക്കപ്പെടുന്ന US ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ് ഏജൻസി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഫാസ്റ്റായിട്ട് ഇത്രയും രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്രയധികം സ്ഥലങ്ങളിലേക്ക് ഇവരുടെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ റിപ്പോർട്ടേഴ്സിൻ്റെ സ്കില്ലാണ്. ഒപ്പം തന്നെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് അത്രയധികം അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. The influence of these big three exert in the world is unparalleled, and there are often complaints from media critics that nothing becomes news until these news agencies pick it up. A brief history and working of the big three news agencies are given below. ഈ 3 പേരാണ് ഇന്ന് ലോകത്തെ മൊത്തം ന്യൂസിനെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന ശക്തിയായിട്ട് വർക്ക് ചെയ്യുന്നു. കാരണം ഇവരതിനെ ന്യൂസായിട്ട് കണ്ടെത്തി പിക്ക് ചെയ്തില്ലെങ്കിൽ ആ വാർത്ത മറ്റുള്ളവരറിയാതെ പോവും. അതുകൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങളെ ലോകം വളരെ കാര്യക്ഷമമായിട്ടാണ് നോക്കിക്കാണുന്നത്. ഇനി ഇവരെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വളരെ ബ്രീഫായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. ഏജൻസി ഫ്രാൻസി പ്രസി AFP എന്നാണ് വിളിക്കപ്പെടുന്നത്. AFP, a French cooperative news agency, is the third largest news service in the world after AP and Reuters. It is based in Paris, where it was founded under its current name in 1944. 1944 AP സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ന്യൂസ് ഏജൻസികൾ എടുത്താൽ അതിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് AFP. AFP joined Reuters, TASS and the US agency Associated Press and United Press International as one of the world's leading news agency. In addition to having bureaus in major French cities, it has bureaus and correspondents in important world capitals. ഇവർ ഈ മറ്റ് ന്യൂസ് ഏജൻസികളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, അവരുടെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസിലും ഫ്രാൻസിലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ സിറ്റീസിലും ഇവർക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവരുടെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കൂടാതെ ഇവർക്കുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഒട്ടുമിക്കവാറും രാജ്യങ്ങളുടെ ക്യാപിറ്റൽ സിറ്റിയിൽ, കാരണം ഏതൊരു രാജ്യത്തിൻ്റെയും ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ അതവരുടെ ക്യാപിറ്റൽ സിറ്റിയിൽ അറിയും, അവിടെ നിന്ന് അതിന് വേണ്ട ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമെന്നറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളുടെയും ഒട്ടുമിക്കമാറും രാജ്യങ്ങളുടെ ക്യാപിറ്റൽ സിറ്റീസിൽ അവർക്ക് കറസ്പോണ്ടൻസ് ഉണ്ട്. AFP also has a photo service and a number of specialized news reports, several concerned with African matters. ഇവർക്ക് ചില സ്പെഷ്യലൈസ്ഡ് ന്യൂസ് റിപ്പോർട്ട്സും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാനും ഇവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ദെൻ അസോസിയേറ്റഡ് പ്രസ്, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ ന്യൂസ് ഏജൻസീസാണ്. അത് US ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ് ഏജൻസി ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. The Associated Press is one of the largest news gathering service in the world. AP distributes international, regional and local news to media everywhere. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മീഡിയയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പലതരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഏത് തന്നെ ആയാലും അതിപ്പോൾ മീഡിയ തന്നെ ആയിക്കൊള്ളണം എന്നവർക്ക് യാതൊരു നിർബന്ധവുമില്ല. ചില സമയങ്ങളിൽ അമേരിക്കയിൽ നടക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വിവരത്തിൻ്റെ ഇൻഫർമേഷൻ ചിലപ്പോൾ ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനായിരിക്കും ആവശ്യമായിട്ട് വരിക. അപ്പോൾ അവർക്കായാലും അതിൽ നിന്നുള്ള വിവരങ്ങൾ കൊടുക്കാൻ ഇവർ തയ്യാറാകുമെന്നുള്ളതാണ് പ്രത്യേകത. ഇറ്റ് ഓഫേഴ്സ് ഡെയിലി റിപ്പോർട്ട്സ്, ഫീച്ചേഴ്സ്, ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ഗ്രാഫിക്സ്. 6 ന്യൂയോർക്ക് സിറ്റി ന്യൂസ്പേപ്പർ ഫൗണ്ടഡ് ദി അസോസിയേറ്റഡ് പ്രസ് ഇൻ 1848. ന്യൂയോർക്കിലുള്ള 6 ന്യൂസ് പേപ്പേഴ്സ് കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു ഇങ്ങനൊരു അസോസിയേറ്റഡ് പ്രസ്, ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം, ഒരു ന്യൂസ് ഏജൻസി നമുക്ക് വേണമെന്നുള്ളൊരു അമിത താല്പര്യം ഇവർക്കുണ്ടായതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു
AP എന്ന് പറയുന്ന പേരിൽ ഒരു ന്യൂസ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. They began the service to save money on the gathering of news by telegraph. Today, the Associated Press has about 230 news bureaus worldwide. Its headquarters in New York. 1848 സ്ഥാപിച്ച അസോസിയേറ്റഡ് പ്രസ്സിൽ നിന്ന് 230 ന്യൂസ് ബ്യൂറോസ് ഉണ്ട്. അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് 230 ബ്യൂറോസിലൂടെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോഴും ന്യൂയോർക്ക് തന്നെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. AP has a television news service, APTN, and AP Network News, the largest single radio network in the US. AP's service is available in English, German, Swedish, Dutch, French and Spanish. എല്ലാ ആക്സെൻറ്റിലേക്കും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഒരു ന്യൂസിനെ തന്നെ പല ഭാഷകളിലേക്ക് കൺവേർട്ട് ചെയ്ത് വളരെ വേഗത്തിൽ എത്തിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഇവർ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ സർവീസുള്ള ബ്യൂറോ ആയിട്ട് ഇന്നും നിലനിൽക്കുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് ഇവരുടേതായിട്ടുള്ള ടെലിവിഷൻ ചാനലുണ്ട്, റേഡിയോ സ്റ്റേഷനുണ്ട്. രണ്ടും കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ന്യൂസ് ഏജൻസി ആയിട്ട് മാത്രമല്ല, ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും ഇവർ അമേരിക്കയുടെ മൊത്തം ന്യൂസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഏറ്റവും സുപരിചിതമായിട്ടുള്ള പേര് റോയിറ്റേഴ്സ്. റോയിറ്റേഴ്സ് വാസ് ഫൗണ്ടഡ് ഇൻ ലണ്ടൻ ഇൻ 1851. 1851 ഇത് AP സ്ഥാപിതമായതിനു ശേഷം 7 വർഷം കഴിഞ്ഞിട്ടാണ് റോയിറ്റേഴ്സ് ഈ ഒരു സീനിലേക്ക് കടന്നു വരുന്നത്. ബൈ പോൾ ജൂലിയസ് റോയിറ്റർ. ഇൻ 1849 റോയിറ്റർ ബിഗാൻ ദി ഓപ്പറേഷൻ ബൈ യൂസിങ് pigeons to carry news between the terminal points of telegraph line at the borders of Germany, Belgium and France. ആദ്യ കാലഘട്ടത്തിലൊക്കെ പ്രാവുകളെ ഉപയോഗിച്ചിട്ട് ഇവർ കൃത്യമായിട്ട് ന്യൂസ് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ അത്രയും ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഒരു സാധ്യത കൂടുതലുള്ളതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം. അപ്പോൾ പ്രാവിൻ്റെ ഉള്ളിൽ സന്ദേശം എഴുതി വെച്ചിട്ട് വിടുന്നതൊക്കെ നമ്മൾ പഴയ കാലങ്ങളിൽ കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ആ രീതി റോയിറ്റേഴ്സ് ഉപയോഗിച്ചിരുന്നു അന്ന് കാലം തൊട്ടേ എന്നാണ് പറയുന്നത്. റോയിറ്റേഴ്സ് ന്യൂസ് ഏജൻസി വാസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കമ്പനി, റോയിറ്റർ ഗ്രൂപ്പ് അണ്ടിൽ 2008. തോംസൺ കോർപ്പറേഷൻ ടുക്ക് ഓവർ റോയിറ്റേഴ്സ് ഗ്രൂപ്പ് ഇൻ 2008. 2008 വരെ അതൊരു പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ള സ്ഥാപനമായിരുന്നു. അതിനുശേഷം ഒരു കോർപ്പറേറ്റ് കമ്പനി അത് ഏറ്റെടുത്തു. തോംസൺ കോർപ്പറേറ്റ് എന്ന് പറയുന്നൊരു കമ്പനി ഇവരുടെ സ്ഥാപനത്തെ ഏറ്റെടുക്കുകയും ഈ നേരത്തെ പറഞ്ഞ പോൾ ജൂലിയസ് റോയിറ്റർ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നത് ഏറ്റെടുക്കാൻ, ആ വ്യക്തി മരിച്ചു, ഞാൻ പറയുന്നത് അവരുടെ ഫാമിലിയിൽ നിന്ന് അത് ഏറ്റെടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇറ്റ് ട്രാൻസ്മിറ്റ് ന്യൂസ് ഇൻ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അറബിക്, സ്പാനിഷ്, ജർമ്മൻ, ഇറ്റാലിയൻ, പോർച്ചുഗീസ്, റഷ്യൻ, ജാപ്പനീസ് ആൻഡ് ചൈനീസ്. ചൈനീസ് ഭാഷയിലേക്ക് ന്യൂസ് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം കമ്പാരിറ്റീവ്ലി ചൈനീസ് എന്ന് പറയുന്നത് അല്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പഠിച്ചെടുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജാണ്. അതുമാത്രമല്ല, ഒരു വിദേശ ന്യൂസ് ഏജൻസിക്ക് അവർ അത്രമേൽ പ്രാധാന്യം കൊടുക്കില്ല. അതിനോട് അവിടുത്തെ സർക്കാരിന് വലിയ മതിപ്പുണ്ടായിരിക്കില്ല. കാരണം അവിടുത്തെ സർക്കാർ തീരുമാനിക്കുന്നതാണ് അവിടുത്തെ ന്യൂസ് പേപ്പറുകളിലും അവിടുത്തെ മാധ്യമങ്ങളിലും പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചും UK നിന്നുള്ള ഒരു സ്ഥാപനത്തെ അവരത്ര എൻകറേജ് ചെയ്യേണ്ടതല്ല. എന്നിരുന്നാലും ചൈനീസിൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ വലിയൊരു നേട്ടമാണ്. പിന്നെ APയേക്കാൾ, അസോസിയേറ്റഡ് പ്രസ്സിനേക്കാൾ കൂടുതൽ ഭാഷകളിൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. റോയിറ്റേഴ്സ് മെയിൻ ബിസിനസ് ഈസ് നോട്ട് സിംപ്ലി ട്രാൻസ്മിറ്റിംഗ് ന്യൂസ് ഓഫ് ഡെയിലി പൊളിറ്റിക്കൽ ഇവൻറ്റ്സ്, ബട്ട് ഇറ്റ് ഓൾസോ സപ്ലൈസ് ന്യൂസ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വേൾഡ് വൈഡ് ഇൻ 23 ലാംഗ്വേജ്. 23 ലാംഗ്വേജിലായിട്ട് ലോകത്തിൽ മൊത്തം നടക്കുന്ന കാര്യങ്ങൾ, ഇൻക്ലൂഡിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരെ, പൊളിറ്റിക്കൽ ഇവൻ്റ് ഉൾപ്പെടെ ഇവർ കവർ ചെയ്തു പോകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. റോയിറ്റേഴ്സ് ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് ന്യൂസ് ആൻഡ് ടെലിവിഷൻ ഏജൻസി ആഫ്റ്റർ AP, with about
2,000 journalists and a total number of 26,000 employees in 185 bureaus. നമ്മൾ നേരത്തെ പറഞ്ഞു AP-ൽ 230 ബ്യൂറോ പറഞ്ഞു. ഇവിടെ റോയിറ്റേഴ്സ് ആയപ്പോൾ 185 ആയി, 155 ബ്യൂറോയിലേക്ക് ചുരുങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് AP മുൻപിൽ നിൽക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമാണ്. 230 ബ്യൂറോസുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് കൂടുതൽ എടുക്കാനായിട്ട് പറ്റും. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ വാർത്തകൾ, കൂടുതൽ ഫോട്ടോഗ്രാഫ്സൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. റോയിറ്റേഴ്സ് അസോസിയേഷൻ വിത്ത് ഇന്ത്യ began from its inception. The first newspaper to publish Reuters news in India was the Bombay Times, later become the Times of India. നമ്മുടെ ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയാണ് ആദ്യമായിട്ട് റോയിറ്റേഴ്സുമായിട്ട് കരാറിലേർപ്പെട്ട ഇന്ത്യൻ പത്രം എന്ന് പറയുന്നത്. അന്ന് അതിൻ്റെ പേര് ബോംബെ ടൈംസ് എന്നായിരുന്നു, പിന്നീട് അത് ഇന്ത്യ ടൈംസ് എന്നായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുകയായിരുന്നു. റോയിറ്റേഴ്സ് ഓപ്പറേഷൻ ഇൻ ഇന്ത്യ ബിഗാൻ ഓൺ March 21st, 1866 with Bombay as its headquarters. റോയിറ്റേഴ്സിൻ്റെ ഇന്ത്യയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബെയിലാണ്. 1866 മുതൽ അവർക്ക് ബോംബെയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അങ്ങനെ അവർ ഇന്ത്യയിലെ വാർത്തകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഇതുവരെ പറഞ്ഞ 3 ന്യൂസ് ഏജൻസീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺക്ലൂഷൻ. ദീസ് 3 മേജർ ന്യൂസ് ഏജൻസീസ് exert a great influence in the news gathering scenario in the world. Imbalance in news reporting, European and American centric news collection, prejudiced reporting of the third world, etc. are some of the allegations constantly raised against these agencies by communication experts. ഇന്ന് ലോകത്തെ മൊത്തം വാർത്തകളുടെ മെയിൻ കണ്ടൻറ്റ് തീരുമാനിക്കുന്നത് ഇവരാണ് എന്നുള്ളത് ഇവരെ സംബന്ധിച്ചുള്ള വലിയൊരു അപവാദമാണ്. പ്രത്യേകിച്ച് മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അനാലിസ്റ്റുകൾ പറയുന്ന ഏറ്റവും വലിയ അപവാദം അത് തന്നെയാണ്. ഇവർക്ക് മാത്രമായിട്ട് അതിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് എന്നുള്ളത്. മാത്രമല്ല ഇവരൊക്കെ ഒന്നുകിൽ അമേരിക്കൻ ബേസ്ഡ് കമ്പനി, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ UK ബേസ്ഡ് കമ്പനി, അതുമല്ലെങ്കിൽ ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി. അപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു അമേരിക്കൻ യൂറോപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു വാർത്താ ശൃംഖലകളെ നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്, അവിടെ നിന്നുള്ള ന്യൂസിൻ്റെ ഒരു ഇൻഫ്ലോ ഉണ്ടായിരിക്കും, ഔട്ട്ഫ്ലോ ഉണ്ടായിരിക്കും, ഇൻഫ്ലോ ഉണ്ടാവുന്നില്ല. കാരണം ഇതൊരു ഇംബാലൻസ്ഡ് ആയിട്ട് പോകണ്ടേ, അങ്ങോട്ടും കിട്ടണം ഇങ്ങോട്ടും കിട്ടണം. ഇത് ഇവിടെ നിന്നുള്ള വാർത്തകൾ കളക്ട് ചെയ്ത് അവർ അങ്ങോട്ട് കൊണ്ടുപോവാണ്, പക്ഷെ അവിടെ നിന്നൊന്നും ഇങ്ങോട്ട് തരുന്നില്ല. കാരണം ഇത് തേർഡ് വേൾഡ് കൺട്രീസ് അല്ലേ. അങ്ങനെ ഒരു വേർതിരിവ് വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹിസ്റ്ററി ടെൽ us that the language of the ruler becomes the language of commerce and court in the subject country. This is true to a very great extent in our neo-colonial world, especially in the news collection and news distribution scenario. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമായിട്ട് നിലനിൽക്കുകയാണ്. വളരെ വലിയ എക്സ്റ്റൻറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കൊളോണിയൽ വേൾഡിൽ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഈ ലോകത്ത് ഇതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. D.K. Tuzu in his book International Communication, Continuity and Change opines that AP and AFP and Reuters are sources of news and picture data for about 80% of the world's media users. ലോകത്തിലുള്ള 80% വരുന്ന മീഡിയകളും ഇന്ന് ഇവരിൽ നിന്ന് വാർത്തകളും പിക്ചേഴ്സും കളക്ട് ചെയ്തിട്ടാണ് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതർ മേജർ ന്യൂസ് ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസീസ്, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന മറ്റു ചില ന്യൂസ് ഏജൻസീസിനെയാണ് നമ്മളിനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. DPA, Deutsche Presse Agentur, is a German news agency mainly serving the German speaking regions.
ജർമ്മൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ജർമ്മൻ ആക്സെൻറ്റ് സംസാരിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ജർമ്മൻ ന്യൂസ് ഏജൻസിയാണ് DPA എന്ന് പറയുന്നത്. EFE. ദിസ് ഈസ് എ സ്പാനിഷ് ന്യൂസ് ഏജൻസി വിത്ത് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ മാഡ്രിഡ്. മാഡ്രിഡിന് നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും. റയൽ മാഡ്രിഡും അതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട എന്താ പറയുക, ഈ സ്പെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളുടെ കണക്കെടുത്താൽ അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് മാഡ്രിഡ്. അവിടെ നിന്നുള്ള വളരെ പോപ്പുലറായിട്ടുള്ള സ്പാനിഷ് ഫുട്ബോൾ ക്ലബ്ബാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. നമ്മളുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ കളിച്ചിരുന്ന, ഇപ്പോൾ സിനദീൻ സിദാൻ പരിശീലിപ്പിക്കുന്ന ക്ലബ്ബാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാഡ്രിഡിൽ തന്നെയാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇറ്റ് ഹാസ് ക്ലോസ് ലിങ്ക് ആൻഡ് ഇൻഫ്ലുവൻസ് ഇൻ ലാറ്റിൻ അമേരിക്ക വേർ സ്പാനിഷ് ഈസ് വൺ ഓഫ് ദി മേജർ ലാംഗ്വേജ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സ്പാനിഷ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നവർ കൂടുതലായിട്ടുള്ളതുകൊണ്ട് അവിടേക്കാണ് ഇവർ കൂടുതലായിട്ടും വാർത്തകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. NCNA, ഇതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ പരിചയപ്പെട്ട് പോയാൽ മതി. ചോദ്യം അങ്ങനെ കണ്ടിട്ടില്ല, വന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല, വരികയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. NCNA, ചൈനാസ് Xinhua News Agency, is also known as the New China News Agency, NCNA. It was founded in 1931. It has 4 regional offices in Pacific region, Latin America, Africa and West Asia. Presently it has branches in 100 countries. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ചൈനയ്ക്ക് ആകെ ഒരു ന്യൂസ് ഏജൻസി ഉള്ളൂ. അവരുടെ തന്നെ സ്വന്തം ന്യൂസ് ഏജൻസിയാണ് നമ്മളിപ്പോൾ കണ്ട NCNA എന്ന് പറയുന്നത്. ക്വൈഡോ ജാപ്പനീസ് കമ്പനിയാണ്, അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇറ്റ് ഈസ് ദ മേജർ ന്യൂസ് ഏജൻസി ഇൻ ജപ്പാൻ. ടാസ് ITAR എന്ന് തന്നെയാണ്. ടാസ് വാസ് ദി ഒഫീഷ്യൽ ന്യൂസ് ഏജൻസി ഓഫ് ദി സോവിയറ്റ് യൂണിയൻ ഫ്രം 1925 to 1991. 1925 മുതൽ 91 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം 91 സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി ഈ ഒരു പറയുന്ന ന്യൂസ് ഏജൻസിയുടെ പ്രാധാന്യവും അവസാനിച്ചു. ടാസ് വാസ് വൺ ഓഫ് ദി വേൾഡ്സ് മേജർ ഇൻ്റർനാഷണൽ വയർ സർവീസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ന്യൂസ് ത്രൂ ഔട്ട് ദി സോവിയറ്റ് യൂണിയൻ ആൻഡ് അറൗണ്ട് ദ വേൾഡ്. ലോകത്തിന് മൊത്തം വാർത്തകൾ സംരക്ഷണം ചെയ്തു കൊടുക്കുന്ന രീതിയിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ന്യൂസ് ഏജൻസി ആയിരുന്നു ടാസ്. ടാസ് വാസ് റീനെയിംഡ് ഇൻ 1992. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം പുതിയ പേരിൽ ITAR ടാസ് എന്ന പേരിൽ ഇൻഫർമേഷൻ ടെലഗ്രാഫ് ഏജൻസി ഓഫ് റഷ്യ എന്ന പേരിൽ പുതിയ ഒരു ഭാവത്തിൽ, പുതിയൊരു രൂപത്തിൽ അവർ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. വെൻ റഷ്യ പ്രൊക്ലൈംഡ് ഇറ്റ്സ് സോവറിനിറ്റി ഫോളോവിങ് ദ കൊളാപ്സ് ഓഫ് USSR, ഇറ്റ് ഹാസ് റീറ്റെയിൻഡ് ഇറ്റ്സ് സ്റ്റാറ്റസ് ഓഫ് ബീയിങ് റഷ്യാസ് സെൻട്രൽ ഇൻഫർമേഷൻ ഏജൻസി. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ വാർത്തകളും വിവരങ്ങളും നൽകുന്ന ന്യൂസ് ഏജൻസി ആയിട്ട് ഇന്നും നിലനിൽക്കുന്നു. അതർ മേജർ ന്യൂസ് ഏജൻസീസ് ഇൻക്ലൂഡ് ഇസ്ലാമിക് റിപ്പബ്ലിക് ന്യൂസ് ഏജൻസി IRNA ഓഫ് ഇറാൻ, ഏജൻസിയ നാസിയോണൽ സ്റ്റാമ്പ അസോസിയേറ്റ ANSA ഓഫ് ഇറ്റലി, കരീബിയൻ ന്യൂസ് ഏജൻസി CANA, ഘാന ന്യൂസ് ഏജൻസി GNA, ഇൻ്റർ പ്രസ് സർവീസ് IPS ഓഫ് സൗത്ത് അമേരിക്ക ആൻഡ് മിഡിൽ ഈസ്റ്റ് ന്യൂസ് ഏജൻസി MENA. ഇത്രയുമാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വളരെ പോപ്പുലറായിട്ടുള്ള ന്യൂസ് ഏജൻസീസ്. ഇനി ഇന്ത്യൻ ന്യൂസ് ഏജൻസീസ് ഉണ്ട്. 2 ന്യൂസ് ഏജൻസീസാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ഫോർ എ ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, ന്യൂസ് ചാനൽ ഓർ ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോം ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ഓൺ കറസ്പോണ്ടൻസ് ഓൾ ഓവർ ദ വേൾഡ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോകം മൊത്തം നമ്മളുടെ ഒരു ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യാൻ റിപ്പോർട്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സെറ്റിംഗ് അപ്പ് ഇറ്റ്സ് ഓൺ reporters, offices and other transmission facility all over the world are going to be very expensive affair. These are not going to affordable for many media organization. For example, Malayalam Manorama or Madhubhumi will have its correspondents and offices in all the districts and the states in the metros for news stories, features, photos and visuals from other part of India.
and from abroad, the newspaper subscribe the service of news agency. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും ആൾക്കാരെ വിടുക എന്ന് പറയുന്നതും അവിടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നതും അവരെ ഓഫീസ് വെച്ച് അവിടെ നിന്ന് വാർത്തകൾ കണ്ടെത്തിയെടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അത് വലിയൊരു ഫിനാൻഷ്യൽ ബേർഡൻ ആ സ്ഥാപനത്തിന് വരുത്തും എന്നുള്ളത് കൊണ്ടും അവരതിന് ശ്രമിക്കില്ല. അവർ ഇത്തരത്തിലുള്ള ന്യൂസ് ഏജൻസികളിൽ നിന്ന് വാർത്തകൾ കളക്ട് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനാണ് മാക്സിമം ശ്രമിക്കുക. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസികളിൽ ഒന്നാണ് PTI, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, the leading news agency in the country, is a non-profit, cooperative newspaper. Established on August 27, 1947. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് തൊട്ട് പിന്നാലെ ഇന്ത്യയുടെ ന്യൂസ് പേപ്പേഴ്സൊക്കെ കൂടി ഒരു കോർപ്പറേറ്റീവ് എഫേർട്ടിൽ ലാഭമൊന്നും എടുക്കാത്ത നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഏജൻസിക്ക് തുടക്കം കുറിച്ചു. ദിസ് ന്യൂസ് ഏജൻസി ടുക്ക് ഓവർ the Associated Press of India and the Indian operations of Reuters and began operations from February 1st in 1949. PTI offers its news service in English and Hindi. പക്ഷേ ഈ ന്യൂസ് പേപ്പറിനെ സംബന്ധിച്ച് ഈ ന്യൂസ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിൽ അല്ലെങ്കിൽ രണ്ട് ലാംഗ്വേജിൽ മാത്രമാണ് ഇവർക്ക് ന്യൂസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. Subscribers to this agency include 450 newspapers in India and scores abroad. It has 150 bureaus across the country and has a staff of about 2,000 writers spread across the nation. For international news, it maintains 30 correspondents and stringers around the world. ലോകത്തിൽ മൊത്തത്തിൽ ഇവർക്ക് 2000 റൈറ്റേഴ്സും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ന്യൂസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 30 കറസ്പോണ്ടൻസിനെയോ അല്ലെങ്കിൽ സ്ട്രിങ്ങേഴ്സിനെയോ ഇവർ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം 30 രാജ്യങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കായിരിക്കും അവർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. PTI exchange information with several other news agencies including 100 news agencies based outside India such as Associated Press, Agency France Presse and ബ്ലൂംബെർഗ്. അപ്പോൾ ഇവർ ഇന്ത്യയിലുള്ള ന്യൂസുകൾ കളക്ട് ചെയ്യുന്നത് മാത്രമല്ല വിദേശ ന്യൂസുകൾ കൂടി കൂട്ടിച്ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിദേശത്തുള്ള 100ഓളം ന്യൂസ് ഏജൻസീസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ AP ഉണ്ട്, AFP ഉണ്ട്. PTI's sister concern include PTI ഭാഷ, ഹിന്ദി വയർ സർവീസ്, ഫോട്ടോ സർവീസ്, PTI ഗ്രാഫിക്സ്, എക്കണോമിക് സർവീസ്, ഡാറ്റ ഇന്ത്യ, PTI Mags, etc. Press Trust of India is the only news agency in South Asia which operates its own communication satellite and INSAT to broadcast news and information. സൗത്തേൺ ഏഷ്യയിൽ സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ഉള്ള ഒരേ ഒരു ന്യൂസ് ഏജൻസിയാണ് ഈ പറയുന്ന നമ്മളുടെ PTI എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റു കൺസേൺസാണ് PTI ഭാഷ, PTI ഗ്രാഫിക്സ്, ഫോട്ടോ സർവീസ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മറ്റ് സംവിധാനങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്കുള്ള കോൺട്രിബ്യൂഷനും ഇവരുടെ ഭാഗത്തു നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസാറ്റിൻ്റെ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവർ വാർത്തകളും വിവരങ്ങളുമൊക്കെ കൈമാറ്റം ചെയ്യുന്നത്. സെക്കൻഡ് വൺ, യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ, UNI. The first Press Commission report of 1954 recommended the setting up of second news agency in the country along with the Press Trust of India. It was felt that more than one news agency will bring competition resulting in more balanced and professional news collecting and distribution. United News of India was registered as a company on November 10th, 1959. Began its news operations from March 21, 1961. 1954 പ്രസ് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഇവിടെ ഒരു ന്യൂസ് ഏജൻസി തുടങ്ങണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് PTI കൂടാതെ ഇനിയും ഒരു ന്യൂസ് ഏജൻസി കൂടി വേണം. അങ്ങനെ ഒന്നിൽ കൂടുതൽ ന്യൂസ് ഏജൻസി വന്നാൽ മാത്രമേ ഇവിടെ ഒരു ടൈറ്റ് കോമ്പറ്റീഷനും വളരെ കൃത്യവും ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വാർത്തകൾ കടന്നു വരാനും ആ വാർത്തകളെ മാക്സിമം
നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് UNI എന്ന പേരിൽ പുതിയൊരു ന്യൂസ് ഏജൻസി തുടക്കം കുറിക്കുന്നത്. At the time of UNI's foundation, it was sponsored by a group of 40 leading newspapers of India, including Times of India and The Hindu. ഇന്ത്യയിലെ തന്നെ അന്നത്തെ പോപ്പുലറായിട്ടുള്ള 40ഓളം ന്യൂസ് പേപ്പേഴ്സ് കൂടി ചേർന്നിട്ടാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനൊരു സംരംഭം ആരംഭിക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ട് വന്നു. അതിൽ ടൈംസ് ഓഫ് ഇന്ത്യയും ദി ഹിന്ദുവും പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള പത്രങ്ങൾ ഉണ്ടായിരുന്നു. The administrative headquarters of UNI is in New Delhi. UNI has offices in all the major cities and towns of India, including all the state capitals. UNI serves more than 1,000 subscribers in more than 100 locations in India and abroad. UNIക്ക് ഏകദേശം 1000ഓളം സബ്സ്ക്രൈബേഴ്സ് ഇന്ന് നിലവിലുണ്ട്. അത് ഇന്ത്യയിൽ നിന്നുള്ളവരുണ്ട്, ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂസ് ഏജൻസീസും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളും ഇവരുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് നിലവിലുണ്ട്. They include newspapers, radio and television news channel, website, government offices and private and public sector corporation. ഇവരുടെ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, ഗവൺമെൻറ് ഓർഗനൈസേഷൻ എല്ലാവർക്കും അംഗത്വമുണ്ട്. UNI launched UniVarta, a Hindi news service in May 1982. In 1992, UNI launched an Urdu service on teleprinter for the first time in the world. It was the first news agency to earn foreign exchange for the country by selling news abroad. ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് ന്യൂസ് പ്രിപ്പയർ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആദ്യത്തെ സ്ഥാപനമാണ് UNI. കാരണം ഉറുദു വേർഷനിൽ അവരത് പുറത്തേക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. 51% stake in UNI was bought by CTV in 2006. 2006 ഒരു സ്വകാര്യ കമ്പനി ചാനൽ അതിനെ മൊത്തമായിട്ട് പർച്ചേസ് ചെയ്തു. 51% അതിൻ്റെ ഓഹരിയും അവരുടെ സ്വന്തമായി. മീഡിയ വെസ്റ്റ്, one of the associate of CTV, bought the shares of UNI for rupees 32 crores. UNI has been going through the phase of financial crisis. ഇപ്പോൾ UNI വളരെ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അവർ വളരെ പെട്ടെന്ന് തന്നെ അത് തരണം ചെയ്ത് മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ റിവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഭാഗത്ത്. ബീറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റക്കാറ്റോ ലീഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് ലൈൻ നമ്മൾ പറഞ്ഞതാണ്. വിക്കി ലീക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വിക്കി ലീക്സ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞു തരാം. സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ബൈലൈൻ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. എലമെൻറ്റ് ഓഫ് എ ന്യൂസ് സ്റ്റോറി കണ്ടതാണ്. പ്രസ് കോൺഫറൻസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അവർ ഗ്ലാസ് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. പ്രസ് റിലീസ് ഇതിപ്പോൾ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേ ഉള്ളൂ. സോഴ്സസ് ഓഫ് ന്യൂസും നമ്മൾ പറഞ്ഞതാണ്. റൈറ്റ് ആൻ എസ്സേ, വാട്ട് ഡു യു മീൻ ബൈ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഓഫ് ന്യൂസ് റൈറ്റിംഗ്, എക്സ്പ്ലെയിൻ ദി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ദിസ് സ്റ്റൈൽ. അത് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ആ സ്റ്റൈലൊക്കെ വരച്ച് കാണിച്ച് അതിൽ അടയാളപ്പെടുത്തി പിന്നെ അതിനെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടൊക്കെ കാണിക്കാനായിട്ട് പറ്റും. എ റിപ്പോർട്ടർ വിത്തൗട്ട് മെനി സോഴ്സസ് ക്യാൻ ബി ഇൻഎഫക്റ്റീവ് ആസ് എ ജേർണലിസ്റ്റ്. ഡിസ്കസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ജേർണലിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ട സോഴ്സസ് അല്ലെങ്കിൽ റിപ്പോർട്ടർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ന്യൂസ് സോഴ്സസ് അല്ലെങ്കിൽ അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. A well-written and attractive lead is the first task of a reporter. Explain the style and types of writing. Lead writing. Types of lead നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ലീഡ് എഴുതേണ്ടത്, ലീഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ലീഡ് എങ്ങനെയാണ് ആ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ അതെങ്ങനെ മുന്നോട്ട് നയിക്കുന്നു. ഇപ്പോൾ ഒരു ലീഡ് കണ്ടിട്ടാണല്ലോ നമ്മൾ ആ വാർത്ത വായിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവരെത്രത്തോളം അത് സഹായിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആ ഉത്തരത്തിൽ എഴുതേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് റിവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തി വയ്ക്കുക. പറയുന്ന സമയത്ത് അത് മാക്സിമം വേഗത്തിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയാണ് മൂന്നാമത്തെ ചാപ്റ്ററിലുള്ളത്. ഇനി നമുക്ക് ഫോർത്ത് ചാപ്റ്റർ വരുന്നുണ്ട്. എഡിറ്റിംഗ് പ്രോസസ്സാണ്. എന്തൊക്കെയാണ് എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് പേജിനേഷൻ ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പറയാനുള്ളത്. അതും കൂടി പറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ
ശരിക്കും പറഞ്ഞാൽ ഒരു സെമ്മിലേക്കുള്ള മൊഡ്യൂൾ തീരും. പിന്നെയുള്ളത് അടുത്ത സെമ്മിലേക്കുള്ള മൊഡ്യൂളാണ്. പക്ഷേ നമ്മുടെ 4th സെമ്മിലാണ് 3rd ഉം 4th ഉം കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്കത് വളരെ വേഗത്തിലെടുത്ത് തീർക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങൾക്കൊരു മാർച്ച് 15 വരെയൊക്കെയുള്ള സമയമേ കിട്ടുള്ളൂ. അപ്പോഴേക്കും നിങ്ങളുടെ എക്സാംസൊക്കെ കടന്നു വരാൻ തുടങ്ങും. അതിനു മുൻപായിട്ട് നമുക്കിത് എടുത്ത് അവസാനിപ്പിക്കേണ്ട ഒരു തിരക്കുള്ളത് കൊണ്ടാണ് നമുക്ക് ടെക്സ്റ്റ് മാറിക്കിട്ടാൻ സമയമെടുത്തു എന്നെല്ലാവർക്കും അറിയാം. നമ്മളൊരു മാസം മുന്നോട്ട് പോയിട്ടാണ് പിന്നെ വീണ്ടും ഒന്നേന്ന് നമുക്ക് തുടങ്ങേണ്ടി വന്നത്. അപ്പോൾ ഒത്തിരി വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനും ഒപ്പം തന്നെ പഠിച്ചു പോകാനും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. താങ്ക് യു.